നമസ്കാരം. സെപ്റ്റംബർ മാസം പ്രോസ്റ്റേറ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആയിട്ടാണ് ആചരിക്കുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന അർബുദത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള മാസം. പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ വിവിധ ലക്ഷണങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ന് ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ യൂറോ ഓങ്കോളജി ടീമാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. ഞാൻ ഡോക്ടർ സാറ ഈസോ, മെഡിക്കൽ ഡയറക്ടർ ഓഫ് ദ ഓങ്കോളജി സെൻറ്റർ ആൻഡ് കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്. ഞാൻ ഡോക്ടർ അഭിനീത് KP, കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ്. ഞാൻ ഡോക്ടർ ജോൺ പീറ്റർ, കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ്. ഡോക്ടർ ബോബസ് വിൽസൺ, കൺസൾട്ടൻറ്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്. പുരുഷന്മാരിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണല്ലോ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ. സാധാരണ എന്തൊക്കെ ലക്ഷണങ്ങളായിട്ടാണ് രോഗികൾ നിങ്ങളുടെ അടുത്ത് വരുന്നത്? മാം, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഏർലി സ്റ്റേജസ് നിന്നും ലേറ്റ് സ്റ്റേജിൽ നിന്നും നമുക്ക് രണ്ടായി തിരിക്കാം. ഏർലി സ്റ്റേജസിൽ മോസ്റ്റ്ലി പേഷ്യൻസ് മൂത്ര തടസ്സമായിട്ടാണ് വരുന്നത്. അതായത് മൂത്രത്തിൻ്റെ സ്പീഡ് കുറയില്ല, മൂത്രം നിന്ന് വരൽ, അല്ലെങ്കിൽ മൂത്രം ഒഴിച്ച ശേഷം മുഴുവൻ മൂത്രം പോയിട്ടില്ല, അഥവാ രാത്രിയിൽ ഒത്തുനേരം എഴുന്നേൽക്കേണ്ടി വരാം മൂത്രം ഒഴിക്കാൻ. ഇങ്ങനെയുള്ള സിംറ്റംസാണ് ഏർലി സ്റ്റേജസ് വരുന്നത്. ലേറ്റ് സ്റ്റേജസ് അഥവാ മെറ്റസ്റ്റാറ്റിക് സ്റ്റേജിൽ വരുമ്പോൾ അവർക്ക് യൂറിനിൽ ബ്ലഡായിട്ട് വരാറുണ്ട്. അതോടൊപ്പം തന്നെ കശേരിക്കുള്ളിൽ വേദന അല്ലെങ്കിൽ അസ്ഥികളിൽ വേദനയായിട്ട് വരാറുണ്ട്. ഇതാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള സിംറ്റംസ്. ഈ ആദ്യം പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നമുക്ക് പ്രോസ്റ്റേറ്റ് വെറുതെ എൻലാർജ് ചെയ്താലും കാണുമല്ലോ. അപ്പോൾ നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? അതെ, ഏതൊരു പേഷ്യൻറ്റും ഇങ്ങനെയുള്ള സിംറ്റംസ് ആയി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു സെറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. അതിനുള്ളതാണ് സിറം PSA, ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ, അൾട്രാസൗണ്ട്. അപ്പോൾ സിറം PSAയിൽ നമുക്കൊരു ഐഡിയ കിട്ടും. ഇത് എലവേറ്റഡ് ആണെങ്കിൽ ഇയാൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻസും നമ്മൾ അതുമായിട്ട് കൊറാബറേറ്റ് ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. ഇങ്ങനെ ഒരു സംശയമുള്ള പേഷ്യൻസിനെ നമ്മൾ MRIക്ക് വിധേയമാക്കും. MRIക്ക് വിധേയമാക്കിയതിന് ശേഷം അതിലും സസ്പീഷൻ ഉണ്ടെങ്കിൽ ബയോപ്സി എടുത്ത് കൺഫേം ചെയ്യും. ഇതാണ് യൂഷ്വലി ഡയഗ്നോസിന് വേണ്ടി ചെയ്യുന്നത്. ഈ ബയോപ്സിയെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രോസ്റ്റേറ്റ് ബയോപ്സി ചെയ്യുന്നത്? ഒന്ന് സാധാരണക്കാർക്ക് ഒന്ന് വിശദീകരിച്ച് കൊടുക്കാമോ? നമ്മൾ യൂഷ്വലി MRI ചെയ്തതിന് ശേഷമാണ് ബയോപ്സിയിലോട്ട് പോകുന്നത്. അപ്പോൾ MRIയിൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ സ്ഥലങ്ങളാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ രക്തത്തിലൂടെയാണ് നമ്മൾ ബയോപ്സി എടുക്കുന്നത്. അതിനുവേണ്ടി അൾട്രാസൗണ്ട് പ്രോബ് ഉപയോഗിച്ച് ചെറിയൊരു സൂചി ഉപയോഗിച്ചായിരിക്കും 12 കോറുകളാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണ് യൂഷ്വലി പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ബയോപ്സി എടുക്കുന്നത്. ഡോക്ടർ ജോൺ, ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് നമ്മൾ പേഷ്യൻസിനോട് പറയാറ്? പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെ പറ്റി നമ്മൾ പേഷ്യൻറ്റും അതിൻ്റെ കൂട്ടിരിപ്പുകാരുമായിട്ടും സംസാരിക്കും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് പ്രധാനമായിട്ടും 2 തരത്തിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അത് ഒന്നുകിൽ പ്രോസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ അസുഖം നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്, പ്രോസ്റ്റേറ്റിൻ്റെ പുറത്തേക്ക് അസുഖം പടർന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഹോൾ ബോഡി PET സ്കാൻ എന്ന് പറഞ്ഞൊരു CT സ്കാൻ ഉണ്ട്, അതെടുത്ത് നോക്കേണ്ടി വരും. അപ്പോൾ അതിൽ പ്രോസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ കംപ്ലീറ്റ് ആയിട്ട് ഭേദമാക്കാൻ പറ്റുന്ന ചികിത്സാ രീതികൾ ഫോളോ ചെയ്യാം. അതല്ല പ്രോസ്റ്റേറ്റിന് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ സ്പ്രെഡ് ആകാതിരിക്കാനും ആ സ്പ്രെഡ് ചെയ്തിട്ടുള്ള സിംറ്റംസ് കുറയ്ക്കാനുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസാണ് ഉള്ളത്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണുള്ളത്. അത് അസുഖം പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്. അത് ഒന്ന് സർജറിയാണ്. സർജറി ചെയ്ത് പ്രോസ്റ്റേറ്റ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാം. അല്ലെങ്കിൽ അതിന് ഉതകുന്ന അതേപോലെ തന്നെ ഇഫക്റ്റീവായിട്ടുള്ള മറ്റൊരു ട്രീറ്റ്മെൻറ്റാണ് റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് രണ്ടും ചെയ്താൽ പ്രോസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെയുള്ള അസുഖങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഭേദമാക്കാൻ പറ്റും. രണ്ടാമത് പ്രോസ്റ്റേറ്റിന് പുറത്തേക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യുക എന്നുള്ളതല്ല, കൂടുതൽ സ്പ്രെഡ് ആകാതിരിക്കുക, കൂടുതൽ സിംറ്റംസ് വരാതിരിക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൂടുതലായി ഉണ്ടാകുന്ന ഈ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ഉള്ളപ്പോഴാണ്. ഈ ഹോർമോണാണ് ഈ ക്യാൻസർ കൂടുതൽ സ്പ്രെഡ് ആകുന്നതും മറ്റു പല സ്ഥലത്തേക്ക് എത്തുന്നതുമൊക്കെ ഇടയാക്കുന്നത്. അപ്പോൾ ആ ഹോർമോൺ കുറയ്ക്കാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും അതിനോടൊപ്പം തന്നെയുള്ള കീമോതെറാപ്പി, മറ്റ് സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ കുറയ്ക്കുക, ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് പ്രോസ്റ്റേറ്റിന് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ സർജറിയെ കുറിച്ച് പറഞ്ഞല്ലോ, ഏത് ടൈപ്പ് സർജറിയാണ്, അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ സൈഡ് ഇഫക്റ്റ്, പാർശ്വഫലങ്ങൾ, അത് ഏത് പേഷ്യൻ്റിനായിരിക്കും നമ്മൾ സർജറി ഡിസൈഡ് ചെയ്യാറ്? പ്രോസ്റ്റേറ്റിനുള്ളിൽ തന്നെ ഉള്ള അസുഖത്തിന്, പ്രോസ്റ്റേറ്റിനുള്ളിൽ തന്നെ നിലനിൽക്കുന്ന ക്യാൻസറിനാണ് നമ്മൾ സർജറി പറയുക. അതായത് പ്രോസ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ ലിംഫ് നോഡുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അതെല്ലാം കൂടി ഒന്നിച്ചെടുക്കുന്ന റാഡിക്കൽ പ്രോസ്റ്റേറ്റക്ടമി എന്ന് പറഞ്ഞ സർജറിയാണ് ചെയ്യുക. അപ്പോൾ ഈ സർജറി 3 തരത്തിൽ ചെയ്യാം. ആദ്യമേ ഉള്ളത് വയറൊക്കെ തുറന്ന് ഓപ്പണായിട്ട്, ആദ്യ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് ഓപ്പണായിട്ടുള്ള സർജറിയാണ്, പ്രോസ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്യാം. പിന്നെ അഡ്വാൻസ്മെൻറ്റ് വന്നപ്പോൾ നമുക്ക് ലാപ്രോസ്കോപ്പി, അതായത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി ഈ സർജറി ചെയ്യാമെന്നുള്ളതായി. ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഈ സർജറി ചെയ്യാമെന്നുള്ളതാണ്. ഈ സർജറിയുടെ പാർശ്വഫലങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടുള്ളത്
ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് രോഗികൾക്ക് ഈ മൂത്രം ഒഴിക്കാനുള്ള ആ ഒരു കൺട്രോള് നഷ്ടപ്പെടുക, അതായത് അറിയാതെ മൂത്രം പോകാനായിട്ട് ഇടയാകുക എന്നുള്ളത്. അത് പലപ്പോഴും ഈ സർജറി കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം മുതൽ ഒരു 6 മാസം വരെയൊക്കെ ഈ രോഗികൾക്ക് മിക്കവാറും പേർക്കും ഉണ്ടാകും. അതിനുശേഷം ഇത് കൺട്രോൾ യൂഷ്വലി വരാറുണ്ട്. പിന്നെയുള്ള കോംപ്ലിക്കേഷനുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മൂത്രനാളിയിൽ ചുരുക്കം വരാം. നമ്മൾ പ്രോസ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞ് മൂത്രനാളി മൂത്രാശയമായിട്ട് തയ്ച്ചു വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഭാഗത്ത് ചുരുക്കങ്ങൾ ഉണ്ടാകാം. പിന്നെ റെയറായിട്ട് വരാവുന്നത് വീണ്ടും ഈ പ്രോസ്റ്റേറ്റിൻ്റെ അസുഖം പല സ്ഥലങ്ങളിലേക്ക് പിന്നീട് വീണ്ടും ഉണ്ടായി വരിക, റിക്കറൻസ് എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള പാർശ്വഫലങ്ങളാണ് യൂഷ്വലി സർജറിക്ക് കാണാറുള്ളത്. ഡോക്ടർ ബാബു, സർജറിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ സർജറിയോടൊപ്പം തന്നെ ഫലപ്രദമാണ് റേഡിയേഷൻ. സോ നമ്മൾക്ക് റേഡിയേഷൻ കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്? ഏതൊക്കെ പേഷ്യൻസിനാണ് റേഡിയേഷൻ വേണമെന്ന് പറയുന്നത്? പ്രോസ്റ്റേറ്റ് ക്യാൻസർ പേഷ്യൻസിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചികിത്സാ വിധിയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ പേഷ്യൻസിന് നമ്മൾ സാധാരണ റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ്റെ ബേസിസിലാണ് ചികിത്സകൾ നിർണ്ണയിക്കുന്നത്. എന്തൊക്കെയാണ് റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ പ്രധാനമായി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ MRI സ്കാനും അതുപോലെ തന്നെ PET CT സ്കാനും ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ഇൻഫർമേഷൻ, എത്രമാത്രം പ്രോസ്റ്റേറ്റ് എത്രമാത്രം വലുതാണ്, ഇത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇത് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത് എന്ന ഭാഗം. രണ്ടാമത് നാം പറഞ്ഞ PSA ടെസ്റ്റ്. PSA ടെസ്റ്റ് 10-ന് താഴെയാണോ, 10-നും 20-നും ഇടയിലാണോ, 20-ന് മുകളിലാണോ, ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ ചെയ്തുകൊണ്ടുള്ള PSA ടെസ്റ്റ്. 3 നാം ബയോപ്സിയിൽ കാണുന്ന ഗ്ലീസൺ സ്കോർ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്കോർ. ഈ മൂന്നിനെയും കൂട്ടിയിട്ടാണ് ഒരു റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാക്കുന്നത്. ലോ റിസ്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇന്റർമീഡിയറ്റ് റിസ്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഹൈ റിസ്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നിങ്ങനെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ തരംതിരിക്കും. ഇതിൽ ലോ റിസ്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് റേഡിയേഷനോ സർജറിയോ രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ ഫലപ്രദമാണ്, ഒരേപോലെയുള്ള റിസൾട്ടുകൾ പലപ്പോഴും തരാറുണ്ട്. ഇന്റർമീഡിയറ്റ് റിസ്ക് ക്യാൻസർ വരുമ്പോൾ റേഡിയേഷനും അതിനൊപ്പം തന്നെ ADT എന്ന് പറയുന്ന ആൻഡ്രോജൻ ഡിപ്രവേഷൻ തെറാപ്പി, ഒരു ഹോർമോൺ ഇഞ്ചക്ഷനുകൾ ചേർത്തിട്ടാണ് ചികിത്സകൾ വരുന്നത്. ഇന്റർമീഡിയറ്റ് റിസ്ക് ക്യാൻസറിലും അതുപോലെ തന്നെ ഹൈ റിസ്ക് ക്യാൻസറിലും ADTയും അതിനൊപ്പം തന്നെ റേഡിയേഷനുമാണ് സാധാരണഗതിയിൽ ചെയ്തു വരുന്നത്. ഈ 3 കേസുകളിൽ നമുക്ക് റേഡിയേഷൻ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പുതിയ റേഡിയേഷൻ തെറാപ്പി ടെക്നിക്കുകൾ വന്നതുകൊണ്ട് തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുമ്പോൾ റേഡിയേഷൻ കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ പ്രധാനമായും പ്രോസ്റ്റേറ്റിന്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്ന രക്തത്തിലേക്ക്, മലദ്വാരത്തിലേക്ക് റേഡിയേഷൻ ലഭിക്കുന്നത് മൂലമായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. പുതിയ റേഡിയോ തെറാപ്പി ടെക്നിക്കുകൾ അനുസരിച്ച് നമുക്ക് ഓരോ ദിവസവും റേഡിയോ തെറാപ്പി മെഷീനിൽ വെച്ച് CT സ്കാൻ എടുത്ത് നോക്കുകയും അവിടെ വെച്ച് പേഷ്യൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് മലദ്വാരത്തിലേക്കുള്ള റേഡിയേഷൻ്റെ ഡോസ് വളരെയധികം കുറയ്ക്കാനായി സാധിക്കും. IGRT, ഇമേജ് ഗൈഡഡ് റേഡിയോ തെറാപ്പി എന്നാണ് ഇതിനെ പറയുന്നത്. പുതിയ SBRT എന്ന് പറയുന്ന റേഡിയോ തെറാപ്പി ടെക്നിക്ക് നാം യൂസ് ചെയ്യുന്നത്. ഇത്തരം ടെക്നിക്കൽ യൂസ് ചെയ്യുന്നതോടെ സൈഡ് എഫക്റ്റുകൾ വളരെ കുറച്ചുകൊണ്ട് നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ ചികിത്സിക്കാനായി സാധിക്കും. സർജറിയോടൊപ്പമോ ഒരുപക്ഷെ അതിനേക്കാൾ അല്പം മുന്നോട്ടോ റേഡിയേഷൻ കൊണ്ട് നമുക്ക് ചികിത്സകൾ ലഭിക്കാനായി സാധിക്കും. എത്ര ദിവസം വേണ്ടി വരും റേഡിയേഷൻ? എല്ലാ ദിവസവും അടുപ്പിച്ചാണോ റേഡിയേഷൻ ചെയ്യുന്നത്? എത്ര ആഴ്ചകൾ വേണ്ടി വരും? മുൻകാലങ്ങളിൽ നമ്മൾ റേഡിയേഷൻ ഏകദേശം 40 മുതൽ 42 ദിവസം വരെ നീളുന്ന റേഡിയേഷൻ ആയിരുന്നു പ്രോസ്റ്റേറ്റിന് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2 തരത്തിലാണ് റേഡിയേഷൻ ചെയ്യുന്നത്. ഹൈപ്പോഫ്രാക്ഷനായിട്ട് ടെക്നിക്കൽ മൊഴി ഇപ്പോൾ സാധാരണ 20 ദിവസം നീളുന്ന റേഡിയേഷനാണ്. ഒരാഴ്ചയിൽ 5 ദിവസം റേഡിയേഷൻ ചെയ്യും. അങ്ങനെ 4 ആഴ്ച നീളുന്ന റേഡിയേഷനാണ് സാധാരണയിൽ ചെയ്യുന്നത്. സീറോടാക്ടിക് ബോഡി റേഡിയോ തെറാപ്പി SBRT എന്ന് പറയുന്ന ടെക്നിക്കൽ മൂലം 5 മുതൽ 7 ദിവസം വരെ നീളുന്ന റേഡിയോ തെറാപ്പി ടെക്നിക്കുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ 2 രീതിയിലായിരിക്കും നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ ചികിത്സിക്കുന്നത്. ചില ആളുകളിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് ഒന്നും വേണ്ട, വാച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഏത് തരം ക്യാൻസർ രോഗികൾക്കാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ അവരെ വാച്ച് ചെയ്തിരുന്ന ഒരു സ്റ്റാറ്റസിലേക്ക് പോകുന്നത്? അതായത് നമ്മൾ ഡോക്ടർ ബോസ് പറഞ്ഞതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ ലോ റിസ്ക്, ഇന്റർമീഡിയറ്റ് റിസ്ക്, ഹൈ റിസ്ക് എന്ന കാറ്റഗറിയിൽ ഡിഫറെൻറ്റ് ക്ലാസ്സിലോട്ട് മാറ്റാൻ പറ്റും. അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് വെരി ലോ റിസ്ക് കാറ്റഗറിയിൽ ഇപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി മോർ ദാൻ 10 years ആണെങ്കിൽ നമുക്ക് ആക്റ്റീവ് സർവൈലൻസ്, അതായത് അവരെ നിശ്ചിതമായ ഫോളോ അപ്പ് മാത്രം ചെയ്താൽ മതിയായിരിക്കും. ഇനി ചില കേസുകളിൽ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ്, കാരണം അവരുടെ കോമോബിറ്റീസ്, അവരുടെ ഉള്ള അസുഖങ്ങൾ, അതായത് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഇഷ്യൂസ്, അങ്ങനെയുള്ളവർക്ക് ലൈഫ് എക്സ്പെക്റ്റൻസി കുറവായിരിക്കും, 5 വർഷത്തിൽ താഴെ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഒബ്സർവേഷൻ മാത്രം ചെയ്താൽ മതി, അവരുടെ സിംറ്റംസ് മാത്രമായിട്ട് ട്രീറ്റ് ചെയ്യും. അത് വെരി ലോ റിസ്ക് ഉള്ള ആളുകളല്ല ഇങ്ങനൊരു ഓപ്ഷൻ, കാരണം എല്ലാ പ്രോസ്റ്റേറ്റ് ക്യാൻസറും മരണത്തിലോട്ട് കാരണമാകും. അതുകൊണ്ടാണ് അങ്ങനെ.
നമുക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ മൂലം മരിക്കുന്നവരുടെ എണ്ണം ക്യാൻസർ കൊണ്ട് മരിക്കുന്നവരിൽ രണ്ടാമത്തെ സ്ഥാനത്താണ് ഇപ്പോഴും പ്രോസ്റ്റേറ്റ് ക്യാൻസർ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഏർലി ഡയഗ്നോസ് ചെയ്താൽ ക്യൂർ ചെയ്യാനുള്ള സാധ്യത നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുന്നതിന് സ്ക്രീനിങ്ങിന് വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ എന്തെങ്കിലും റെക്കമെൻഡ് ചെയ്യാറുണ്ടോ? പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിനായിട്ട് നമ്മൾ PSA എന്ന് പറഞ്ഞ ബ്ലഡിലെ ടെസ്റ്റാണ് ചെയ്യാറുള്ളത്. യൂഷ്വലി 50 വയസ്സ് കഴിഞ്ഞ എല്ലാ പുരുഷന്മാരും വർഷത്തിൽ ഒരിക്കലെങ്കിലും PSA ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നാണ് ഗൈഡ് ലൈൻസ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഹൈ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് പേരൻസോ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ ഇതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെങ്കിലോ അങ്ങനെ ഹൈ റിസ്ക് ഫീച്ചേഴ്സ് ഉള്ളവരാണെങ്കിൽ 45 വയസ്സ് മുതൽ തന്നെ പുരുഷന്മാരിൽ വർഷത്തിൽ ഒരിക്കൽ PSA ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നാണ്. അപ്പോൾ ഈ PSA അധികമായിട്ട് കാണുകയാണ്, 4ൽ കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ അവർക്ക് ക്യാൻസർ ഉണ്ടോ എന്നുള്ള മറ്റ് ടെസ്റ്റുകൾ ചെയ്ത് കൺഫേം ചെയ്യേണ്ടത് ആണ്. അങ്ങനെയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ക്രീനിങ്, അതായത് എല്ലാ പൊതുജന വിഭാഗത്തിലും ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കീമോതെറാപ്പി എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റ് സിസ്റ്റമിക് തെറാപ്പി ഇഞ്ചക്ഷനുകളായിട്ടും ടാബ്ലറ്റുകളായി കൊടുക്കും മറ്റ് ചികിത്സകൾ എപ്പോഴാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചെയ്യുന്നത്? മുമ്പേ പറഞ്ഞ പോലെ ക്യാൻസർ ഏതെങ്കിലും ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ മെറ്റസ്റ്റാറ്റിക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിലാണ് സാധാരണഗതിയായിട്ട് ഒരു കീമോതെറാപ്പിയോ അല്ലെങ്കിൽ അതിന് സമാനമായ ചികിത്സയോ ചെയ്യാറ്. അപ്പം സാധാരണ പ്രോസ്റ്റേറ്റ് ക്യാൻസറിലെ ഏർലി സ്റ്റേജസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് യൂറോളജിസ്റ്റ് ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക. അതൊരു സ്പ്രെഡ് ചെയ്യുന്ന സ്റ്റേജിലാവുമ്പോഴായിരിക്കും മെഡിക്കൽ ഓങ്കോളജിയിലേക്ക് റെഫർ ചെയ്യാറ്. അപ്പോൾ കീമോതെറാപ്പി കൊടുക്കുന്നത് വഴി ഈ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ക്യാൻസർ സെൽസിനെ ചുരുക്കാനും അതുവഴി സിംറ്റംസ് കുറയ്ക്കാനും ആളുകൾക്ക് കൂടുതൽ നാൾ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കാനും പറ്റും. പിന്നെ പുതിയ ചികിത്സകൾ കീമോതെറാപ്പിക്ക് സമാനമായിട്ട് ടാബ്ലറ്റ്സ് ഉണ്ട്, പുതിയ മെഡിസിൻസ് ഉണ്ട്. അത് ഈ ടാർഗറ്റഡ് തെറാപ്പിയുടെ ഭാഗമായിട്ട് ആൻഡ്രോജൻ റിസപ്റ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന മെഡിക്കേഷൻസ് ഉണ്ട്. അതും ഈ ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് സർജറിയോ റേഡിയേഷനോ അല്ലാതെ ക്യാൻസർ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാറ്. ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അവയർനെസ് മന്തിൽ നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? നമ്മൾ ആദ്യം യൂറോളജിസ്റ്റോട് ചോദിക്കാം. തീർച്ചയായിട്ടും പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ പറ്റി ബോധവാന്മാരായിരിക്കുക, അതിൻ്റെ സ്ക്രീനിങ് PSA ടെസ്റ്റുകൾ ചെയ്ത് നോക്കുക. ആൻഡ് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടുതൽ ഇവാലുവേഷൻസ് ചെയ്ത് നോക്കുക, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും സ്വീകരിക്കുക. പിന്നെ നമുക്ക് ഒരു അസുഖമുണ്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ചികിത്സ യഥാസമയം ചെയ്യുക. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റിനെ കണ്ടു. 2022 PSA 222 ആയിരുന്നു. അദ്ദേഹം അത് വീട്ടിൽ ആരോടും പറഞ്ഞില്ല, ഭാര്യയോട് പോലും പറഞ്ഞില്ല. ഇപ്പോൾ 2024 PSA 7000 ആയി. രോഗം വളരെയധികം മൂർച്ഛിച്ചു, പല ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അജ്ഞത അല്ലെങ്കിൽ ഒരു ഡിനായൽ ഈ അസുഖത്തിൽ കാണാറുണ്ട്. കാരണം സിംറ്റംസ് ഒക്കെ ചിലപ്പോൾ വളരെ സട്ടിലായിരിക്കും. അതെ, ചെറിയ സിംറ്റംസേ ഉള്ളെങ്കിൽ അത് വേണ്ട, അത് ഡിനായൽ വഴി അത് ചികിത്സിക്കാതെ അല്ലെങ്കിൽ ചികിത്സ തേടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക, രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്തെങ്കിലും അസുഖങ്ങൾ നമുക്ക് സാധാരണയായിട്ടുള്ള റുട്ടീനിന് അപ്പുറമായിട്ട് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ ചികിത്സ നേടുക. ഇത് എല്ലാ ക്യാൻസറിലും ബാധകമാണ്. പ്രത്യേകിച്ച് പുരുഷന്മാരിൽ ഏറ്റവും അധികം കണ്ടുവരുന്ന ക്യാൻസറിലൊന്നായ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും ബോധവാന്മാരായിരിക്കുക, യഥാസമയം ചികിത്സ നേടുക. അതാണ് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അവയർനെസ് മന്തിൽ എനിക്ക് നൽകാനുള്ള സന്ദേശം. നമ്മൾ ഹോർമോൺ ചികിത്സയെക്കുറിച്ച് പറഞ്ഞല്ലോ, അതൊന്ന് വിശദീകരിക്കാമോ? എന്ത് തരം ഹോർമോൺ ചികിത്സയാണ്? അത് ഇഞ്ചക്ഷൻസ് ആണോ, ടാബ്ലറ്റ്സ് ആണോ, അതോ ഏതെങ്കിലും സർജറി ആണോ എന്നൊന്ന് വിശദീകരിക്കാമോ? പ്രോസ്റ്റേറ്റിന് പുറത്തേക്ക് വ്യാപിച്ചിട്ടുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളാണ് നമ്മൾ യൂഷ്വലി ഈ ഹോർമോൺ ചികിത്സ കൊടുക്കുന്നത്. പ്രധാനമായിട്ടും ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോൺ ശരീരത്തിൽ ഇല്ലാതാക്കുകയാണ് ഈ ഹോർമോൺ ചികിത്സകൾ നമ്മൾ ചെയ്യുന്നത്. കാരണം ഈ ടെസ്റ്റോസ്റ്ററോൺ ആണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്പ്രെഡ് ആകാനായിട്ട് ഇടയാക്കുന്നത്. ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാകുന്നത് പുരുഷന്മാരുടെ വൃഷണത്തിൽ നിന്നാണ്, ടെസ്റ്റിസിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ 2 തരത്തിൽ ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്താം. ഒന്നുകിൽ സർജറി വഴി, അതായത് വൃഷണം നീക്കം ചെയ്യാം. ഒരു സർജറി ചെയ്ത് ലോക്കൽ അനസ്തേഷ്യ സർജറി വഴി വൃഷണം നീക്കം ചെയ്യാം. അതാകുമ്പോൾ ലൈഫ് ലോങ് പെർമനൻ്റ് ആയിട്ട് ആ ആളിൽ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാകില്ല. അതല്ലെങ്കിൽ മെഡിക്കൽ കാസ്ട്രേഷൻ, അതായത് ഇഞ്ചക്ഷനുകൾ വഴിയോ അല്ലെങ്കിൽ മറ്റ് ഗുളികകൾ വഴിയോ ഒക്കെ ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്നത് നിർത്തുക. ഇപ്പോൾ ഇഞ്ചക്ഷനുകളൊക്കെ ആണെങ്കിൽ എടുത്തുകൊണ്ടിരിക്കും, 3 മാസം കൂടുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അത് വെച്ച് നമ്മൾക്ക് ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവിനെ കൺട്രോൾ ചെയ്ത് നിർത്താം. ഇപ്പോൾ മറ്റ് ഗുളികകളായിട്ടും ഒക്കെ ഇത് അവൈലബിൾ ആണ്.